ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആധാർ കാർഡ്, വോട്ടർ ഐ ഡി കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ പാൻ കാർഡ്, അതുപോലെ RC ബുക്ക്, അങ്ങനെ തുടങ്ങിയ നിരവധി ഡോക്യുമെൻറ്റുകൾ ഇനി നമുക്ക് കയ്യിൽ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഡിജിറ്റലൈസ് ആയിട്ട് നമുക്ക് ഡിജി ലോക്കർ എന്നുള്ള ആപ്ലിക്കേഷനിൽ സേവ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. അതെങ്ങനെ ആക്ടിവേഷൻ ചെയ്യാം, അതിലെങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നും കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. അധികാരികൾ ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇത് അവർക്ക് കാണിച്ചു കൊടുത്താൽ മതിയാകുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡിജി ലോക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഏറ്റവും താഴെയുള്ള ഗെറ്റ് സ്റ്റാർട്ടർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെയായിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ സൈൻ ഇൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അല്ലാത്തവർക്ക് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനായിട്ട് ആദ്യം കാണുന്ന ഫുൾ നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ്, അതുപോലെ മന്ത്, ഇയർ എന്ന ക്രമത്തിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മെയിലാണോ ഫീമെയിലാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അത് തൊട്ട് താഴെയായിട്ട് ഒരു മെയിൽ ID കൊടുക്കണം. അതിനുശേഷം 6 ഡിജിറ്റ് ഒരു പിൻ നമ്പർ, ഈ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പിൻ നമ്പറാണ്. അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു 1 ടൈം പാസ്വേഡ് വരുന്നതാണ്. നിങ്ങൾക്ക് വന്ന 1 ടൈം പാസ്വേഡ് താഴെയുള്ള ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആയിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് ലഭിക്കാനാണ് നമ്മൾ ഈ ആധാർ നമ്പർ കൊടുക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു 1 ടൈം പാസ്വേഡ് വരും. നിങ്ങൾക്ക് വന്ന 1 ടൈം പാസ്വേഡ് ഈ ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ ലൈസൻസ്, അതുപോലെ വോട്ടർ ID എന്ന് തുടങ്ങിയ നിരവധി ഗവൺമെൻറ് പരമായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ സേവ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത് ഇത് ഓപ്പൺ ചെയ്ത് നമുക്കത് അധികാരികളെ കാണിക്കാനും നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനെല്ലാം സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു അറിവുമായി അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.